എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളെ വീഡിയോ ഇട്ടിട്ട് ടൈം ഒട്ടുമില്ല, കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇന്ന് ഞാൻ വളരെ ഡിലീഷ്യസ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള രാവിലെയും രാത്രിയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത് സലാഡ് അല്ലേ? ഒരു സലാഡ് തന്നെ വിളിക്കാം. വിളിക്കാൻ സലാഡാണ്. ഒരു സലാഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കുറച്ച് ഐറ്റംസ് വച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, ഒരുപാട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഗുണമുള്ള കുറച്ച് ഐറ്റംസ്. അതായത് നമ്മൾ ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരം ഏതെന്ന് വെച്ചാൽ നമ്മൾ അരി ആഹാരമാണ്, നെല്ലരി ആഹാരം. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ, യൂട്യൂബ് വീഡിയോസിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നെല്ലരി മീൻസ് ഡോക്ടേഴ്സ് തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ വീഡിയോസിന് അതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല വീഡിയോസും പറയുന്നുണ്ട് നെല്ലരി ആഹാരം നമ്മൾ കുറച്ച് കഴിക്കുക. അതായത് ശരിക്കും നമ്മൾ നെല്ലരി ആഹാരം മീൻസ് ചോറ് നമ്മൾ ശരിക്കും ഉച്ചയ്ക്ക് ഒരു നേരം ഒരു ഗ്ലാസ് ചോറ് മാത്രം നമുക്ക് കഴിക്കാവൂ എന്നാണ് പറഞ്ഞത്. ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അതിന് മാക്സിമം അര ഗ്ലാസ് അരിയും ഒരു ചപ്പാത്തിയും ബാക്കി മാക്സിമം വെജിറ്റബിൾസ് സലാഡ് യൂസ് ചെയ്യുക എന്നാണ്. സലാഡ് പല രീതിയിലുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്തുള്ള ഫ്രൂട്ട് സലാഡുണ്ട്, കട്ടിങ് സലാഡുണ്ട്, അല്ലാതെ മിക്സഡ് സലാഡ് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ തൈര് മിക്സ് ചെയ്ത സലാഡുണ്ട്, അല്ലാതെ സാധാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത സലാഡുണ്ട്. ഇതിൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഫ്രൂട്ട്സും അത്യാവശ്യം വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്തുള്ള സലാഡാണ്. മിക്സഡ് ഫ്രൂട്ട് സലാഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സലാഡ് എന്ന് പറയാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി നമുക്ക് ഈ ഒരൊറ്റ സലാഡ് മാത്രം മതി. നമുക്കുള്ള എല്ലാ പോഷകവും വിറ്റാമിൻസും പ്രോട്ടീനും എല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ സലാഡ്. കൂടെ ഒരു നാടൻ മുട്ട അവിച്ചതുണ്ടെങ്കിൽ അത് മതി. അപ്പം എങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോരെ. ഹായ് കൂട്ടുകാർ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സിമ്പിൾ സലാഡാണ് ചെയ്യാൻ പോകുന്നത്. സലാഡിന് വേണ്ട കുറച്ച് ഐറ്റംസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അരിയുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ ഒരുപാട് വെച്ച് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഇന്ന് രാത്രി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതാണ്. ശരിക്കും നമ്മളെന്നല്ല എല്ലാവരും മാക്സിമം ഇത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമാണ്. അപ്പം ഞാൻ ഇതിനുവേണ്ടി കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്താം. നേരെ ഇതിലേക്ക് പോവാം. ഞാൻ അത്യാവശ്യം ഒരു കുക്കുംബർ ഞാൻ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അര ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് നമ്മുടെ പൈനാപ്പിൾ കട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സവാള ഞാൻ ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. മുളപ്പിച്ച പയർ, ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. മുളപ്പിച്ച പയർ നിങ്ങൾക്കറിയാം, ഇത് ഒരുപാട് ബെനിഫിറ്റുള്ള സാധനമാണ്. മുളപ്പിച്ച പയർ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൊമഗ്രേൻ മീൻസ് നമ്മുടെ മാതളം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇത് ഞാൻ ആവിയിൽ പുഴുങ്ങിയ നമ്മുടെ ചോളമാണ്, അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു ടേസ്റ്റബിൾ കിട്ടാൻ വേണ്ടി ഞാനൊരു നാരങ്ങ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരല്പം ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി, അതായത് പെപ്പർ പൗഡർ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിന്ന് മിക്സ് ചെയ്ത് ചെയ്യുന്ന, ഞാൻ തയ്യാറാക്കുന്ന ഈ സലാഡ്. ഇതിവിടെ എല്ലാവർക്കും അറിയാം, പല ആൾക്കാർ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും എനിക്ക് കിട്ടുന്നൊരു അറിവ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ഐറ്റം ഞാൻ എൻ്റെ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് പകരുന്നു. അത്രേ ഉള്ളൂ. അത്രയും മാത്രം ചിന്തിക്കുക. ചിലപ്പോൾ ശരി കാണാം, തെറ്റ് കാണാം. പക്ഷേ ഞാൻ 100% പറയുന്നു, 100% ബെനിഫിറ്റ് ഹെൽത്തി ഫുഡാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അത് സലാഡ് എന്ന് വിളിക്കുന്നെങ്കിലും ആ സലാഡിന് ഒരുപാട് ഗുണമുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അങ്ങനെ പോരെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പാത്രം, നമ്മൾ സ്ഥിരം പാത്രമാണ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ കുക്കുംബർ അതിലേക്ക് ഇടുകയാണ്. അതിനോടൊപ്പം ഞാൻ അല്പം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ക്യാരറ്റ്, അതുപോലെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച സവാള എന്തുകൊണ്ടും ഗുണമാണ്. സവാള വെറുതെ കഴിച്ചാൽ പോലും
നമുക്ക് ഒരുപാട് ഗുണത്തെ കൊളസ്ട്രോളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുന്ന മാറ്റിത്തരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സവാള. ഇതിനോടൊപ്പം നമ്മളല്പം നമ്മുടെ മുളപ്പിച്ച പയർ, ഇത്രയും ഐറ്റം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്ത ഐറ്റം ഇത്രയും ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ച ഐറ്റം എന്ന് പറയുന്നത് ഫുൾ വെജിറ്റബിൾസ് ആണ്. നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് അല്പം ഉപ്പും വേണം, കുരുമുളക് പൊടിയും വേണം, ബാക്കിയുള്ള ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ഇടാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇടാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ആദ്യം ഇത് ആദ്യം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എടുത്തു വെച്ച വേവിച്ച ചോളം, അതുപോലെ ഞാൻ അരിഞ്ഞു വെച്ച അല്ലെങ്കിൽ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ പൈനാപ്പിൾ. ഇതല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാം. എന്ത് ചേർത്താലും നമുക്ക് അത്രയും. അതുപോലെ ഞാൻ അരിഞ്ഞു വെച്ച നമ്മുടെ പൊമഗ്രനേറ്റ് മീൻസ് നമ്മുടെ മാതളം, നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. എന്ത് ഇതിൽ ചേർത്താലും അത് ബെനിഫിറ്റാണ്. ഇപ്പം ഓൾറെഡി ഇതിൽ ഇത്ര ഉള്ളൂ, അതോ ആ ഉള്ളത് മാത്രം ഞാൻ ചേർത്ത് തന്നേ ഉള്ളൂ. നമുക്കിത് നല്ലതൊന്ന് മിക്സ് കൊടുക്കാം. രാത്രി ശരിക്കും പറഞ്ഞാൽ കൂട്ടം ഇത് മാത്രം മതി, നമ്മൾ വേറെ ഒന്നും വേണ്ട, നമുക്കിത് മാത്രം മതി രാത്രിയത്തേക്ക് ഫുഡിന്. കാരണം ഇതിന് അത്രയും ഹെൽത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഒരുപാട് ചോറ് വാരി കഴിച്ചെന്നോ കുറേ ഇറച്ചി മേടിച്ച് കഴിച്ചെന്നോ എന്നിട്ട് ഒരു നേട്ടവും നമുക്കില്ല. പക്ഷേ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എപ്പോഴും നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മാത്രമേ തരത്തുള്ളൂ. അതിൽ ഒരുപാട് പോഷക ഗുണങ്ങളും പ്രോട്ടീനും വിറ്റാമിൻസ് എല്ലാം ഉണ്ട്. ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഞാൻ ഡോക്ടറല്ല, പക്ഷെ എൻ്റെ അറിവ് വെച്ചിട്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ആസിഡ് എന്താണ്, നമ്മുടെ നാരങ്ങ. ഇതിലല്പം നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് വീഴ്ത്തി കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. കൂട്ടുകാരെ, നമ്മുടെ സലാഡ് ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാണ്. ഞാൻ ജസ്റ്റ് ഇത് അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇതിൽ ഇരിക്കട്ടെ. കാരണം നമ്മൾ നാരങ്ങ ഇതിൽ നാരങ്ങയും ആ കുരുമുളകും ഉപ്പും കൂടെ ജസ്റ്റ് ഇതിൽ പിടിക്കണം. അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് ജസ്റ്റ് ഞാൻ അടച്ചു വെക്കുകയാണ്. ഇരിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ടേസ്റ്റ് ടൈമിലേക്ക് പോവാം. അങ്ങനെ ഓക്കെ, നമ്മുടെ അടുത്തോട്ടൊന്നു നമ്മുടെ വെജിറ്റബിൾ സലാഡ് ഇത് ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ 2-3 മിനിറ്റ് നമ്മളെ കുരുമുളകും ഉപ്പും പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നാരങ്ങ കൂടെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സംഭവം സെറ്റാണ്. ഇത് ആ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ടേസ്റ്റ് നോക്കുന്ന മഹാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ട ടേസ്റ്റ് നോക്ക്. ഇതിനകത്ത് ചോറ് വേണോ? എന്തുണ്ട്? ഇതെല്ലാം ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഇനി തലാട്ട് കാര്യമില്ല, കൊള്ളാമോ കൊള്ളൂലേ? നിന്റെ ഒരു കമന്റ് പറ, ഇതെന്താണ് നിനക്ക് ഒരു ഫീൽ ചെയ്ത സംഭവം പറ. ചോളമാണോ മാതളമാണോ, യാതൊക്കെ കൂടുതൽ ഫീൽ ചെയ്തത്, എഫക്ട് ചെയ്തത്? അങ്ങോട്ടേക്ക് പറ. സംഭവം കൊള്ളാല്ല. കൂട്ടുകാർ, ഞാൻ ടേസ്റ്റ് ശേഷം പറയാം.
സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ മുന്നേക്കൊണ്ട് പറഞ്ഞുതരാം, മാതളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് മുൻപന്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പൈനാപ്പിൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവസാനമായിട്ട് വേണമെങ്കിൽ പറയാം നമ്മുടെ പയർ മുളപ്പിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അതായത് മാതളം, നമ്മുടെ പൈനാപ്പിൾ, നമ്മുടെ പയർ മുളപ്പിച്ച്, ഇത്രയും നമുക്ക് മുൻപന്തിയിൽ നിൽപ്പുണ്ട്. അതിന് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നാരങ്ങയുടെ ഒരു പുളിപ്പും കൂടെ വെച്ചു. ഇത് സംഭവം അടിപൊളി. അപ്പം എന്തായാലും നമ്മുടെ രാത്രിയിലെ ഫുഡ് ഇതാണ്. അധികം നീട്ടുന്നില്ല കൂട്ടുകാരെ. പിന്നെ എപ്പോഴും പറയാൻ പോലെ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് വലിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.